സുഹൃത്തുക്കളെ, നബാർഡ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും അതും സഹകരണ മേഖലയിലുള്ള മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളെക്കുറിച്ചും ഒരു ലഘു വിവരണം നൽകാൻ നിങ്ങൾക്കിന്ന് ശ്രീ വിമൽ സാറിൻ്റെ സഹായമാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഫൈവ്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിമൽ KS. ഞാൻ കഴിഞ്ഞ 15 വർഷമായി അധ്യാപന രംഗത്ത് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 11 വർഷമായി തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇന്നെടുക്കുന്ന ടോപ്പിക്കിൻ്റെ പേര് നബാർഡ് എന്നാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് BCom പഠിച്ച കുട്ടികളൊക്കെ ആകുമ്പോൾ എന്താണ് നബാർഡ് എന്നുള്ളത് അറിയാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനെ പറയുന്ന പേരാണ് നബാർഡ്. അപ്പം നബാർഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ വാക്കിൽ, ആ കൺസെപ്റ്റിൽ അത് അടങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ, രണ്ട് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് കാർഷിക മേഖലയുടെ, ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻകൈയെടുത്ത് ആരംഭിച്ച സ്ഥാപനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് നബാർഡ് എന്നുള്ളത്. ആ സ്ഥാപനം രൂപീകരിക്കുന്നത് 1981-ലാണ്. 1981-ലാണ് നബാർഡ് രൂപീകരിക്കുന്നത്. ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ നിർദ്ദേശപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ട് നബാർഡ് സ്ഥാപിക്കുന്നു. അത് ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതാണ് ഗ്രാഫിക് കാർഡ് കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻകൈയെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ആലോചിച്ച് കൊണ്ടുവന്ന സ്ഥാപനമാണ് നബാർഡ്. 1981 നബാർഡ് നിലവിൽ വന്നു. നബാർഡിന് മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് കാർഷിക മേഖലയുടെ മുൻഗണനയ്ക്ക് വേണ്ടി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ACD ഉണ്ടായിരുന്നു. ആ ACD ആണ് പിന്നീട് നബാർഡായി മാറിയത്. അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് നബാർഡാക്കി മാറ്റാണ് ചെയ്തത്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ACDയെ മാറ്റി പകരം ആ സ്ഥാനത്തേക്ക് നബാർഡ് എന്ന പേരിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ 1981-ലാണ് നബാർഡ് വന്നതെന്ന് പറഞ്ഞു. 1981 ഡിസംബറിലാണ് പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കിയത്. 1982 ജൂലൈ 12 നബാർഡ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു എന്ന് നമുക്ക് പറയാം. നബാർഡിൻ്റെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ് നബാർഡ് ഹെഡ് ഓഫീസായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നബാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി നബാർഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതേപോലെ സെൻട്രൽ ഗവൺമെൻറ്റും 100 crore റുപ്പീസ്, അതായത് ഈക്വലി 50 കോടി എന്ന രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെൻട്രൽ ഗവൺമെൻറ്റും കൂടിയാണ് നബാർഡിൻ്റെ മൂലധനം, ഷെയർ ക്യാപിറ്റലായിട്ട് ബിസിനസ് ആരംഭിക്കുന്നത്. പിന്നീട് അത് 500 കോടിയാക്കി രണ്ട് കൂട്ടരും മ്യൂച്വലി അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതാണ് ഏറ്റവും മുൻഗണനയുള്ള മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കാർഷിക ഗ്രാമീണ മേഖലയ്ക്കാണ് നബാർഡ് കൂടുതൽ മുൻഗണന നൽകുന്നത്. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതേപോലെ റൂറൽ ഡെവലപ്മെൻറ്റ്. ആ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രൊജക്റ്റാണ് IRDP എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതേപോലെ ഹാൻഡിക്രാഫ്റ്റ്, കോട്ടേജ്, മറ്റ് റൂറൽ മേഖലയിലുള്ള കൃഷി ഉൾപ്പെടെയുള്ള മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കലാണ് നബാർഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ നബാർഡ് വേറെ പ്രത്യേകത, നബാർഡ് ഒരു കാരണവശാലും നേരിട്ട് ഒരു വ്യക്തിക്ക് പോലും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നില്ല. പകരം നബാർഡ് കോപ്പറേറ്റീവ് ബാങ്കുകളെയും മറ്റു കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ആവശ്യമായ ഫണ്ടാണ് നബാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു ബാങ്കാണ് നബാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി അഗ്രികൾച്ചർ ലോണുകളൊക്കെ എടുക്കുന്നു.
ആ ലോണുകളൊക്കെ പിന്നീട് നബാർഡ് റീഫിനാൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കാർഷിക മേഖലയിലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ, അതേപോലെ സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സൊസൈറ്റികൾ പ്ലസ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, ആ ബാങ്കുകൾക്കൊക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ് എന്ന് നമുക്ക് പറയാം. നബാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ മേഖലയിൽ ഒരു ലൈസണൽ ഓഫീസായിട്ടാണ് നബാർഡ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ മേഖലയ്ക്കും ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നതിന് ആവശ്യമുള്ള ഒരു ലൈസണൽ ഓഫീസായിട്ടാണ് നബാർഡ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ നബാർഡ് വന്നതിന് ശേഷം കാർഷിക മേഖലയിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത് ഒന്ന് ഇതാണ്, എന്നാണ് നബാർഡ് നിലവിൽ വന്നത്? 1981 അത് ഡിസംബറിലാണ് പാർലമെൻറ്റ് ബില്ല് പാസ്സാക്കിയത്. 82 ജൂലൈ 12 നബാർഡ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നബാർഡിൻ്റെ ജോയിൻറ്റ് വെഞ്ചറായിട്ട് ആരംഭിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഇതിൽ വരാവുന്ന ചോദ്യം ഈ മേഖലയിൽ നബാർഡുമായി ബന്ധപ്പെട്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് നബാർഡിൻ്റെ പ്രവർത്തനങ്ങൾ, മാനേജ്മെൻറ്റ്. നബാർഡിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 15 അംഗ ബോർഡാണ് നബാർഡിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. 15 അംഗ ബോർഡാണ്. അതിലൊരാൾ ചെയർമാനാണ് അതിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ പോലെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നബാർഡിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് CEO ആണ്, മാനേജിങ് ഡയറക്ടർ MD ആണ് ശരിക്കും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ കേന്ദ്ര ഗവൺമെൻറ് പല മേഖലയിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടുകൂടി നിയമിക്കപ്പെടുന്ന ഡയറക്ടേഴ്സ്, ആ മേഖല എന്ന് പറയുന്നത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റൂറൽ, ബാങ്കിങ്, കോപ്പറേറ്റീവ്, ഹാൻഡിക്രാഫ്റ്റ്, വില്ലേജ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതേപോലെ ഒഫീഷ്യൽസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഒഫീഷ്യൽസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഒഫീഷ്യൽസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത്രയും അംഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു 15 അംഗ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് നബാർഡിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നബാർഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 15 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. MD ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. MD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാനേജിങ് ഡയറക്ടർ, അദ്ദേഹമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നബാർഡിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. നബാർഡ് കൊടുക്കുന്ന ലോണുകളുടെ പർപ്പസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം, റീഫിനാൻസ്, ഈ 4 കാര്യങ്ങളാണ്. ഷോർട്ട് ടൈം നമുക്ക് ഓൾറെഡി അറിയാം, അതിന് ഷോർട്ട് ഫോമിൽ അവർ പറയുന്നത് ST എന്നാണ്, ഷോർട്ട് ടൈം. ഈ ഷോർട്ട് ടൈം ലോൺ കൊടുക്കുന്നത് ഒരിക്കലും ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിനല്ല, നേരെ മറിച്ച് സംസ്ഥാന സഹകരണ ബാങ്ക് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ആവശ്യമായ ഫണ്ട് ഷോർട്ട് ടൈം ആയിട്ട് കൊടുക്കുന്നത് നബാർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അതേപോലെ മീഡിയം ലോങ് ടേം MT ആൻഡ് LT എന്ന രീതിയിൽ ഫണ്ട് കൊടുക്കുന്നു. പിന്നെ റീഫിനാൻസ് ആണ് പലപ്പോഴും ഒരു ഡൗട്ട് വരെ, എന്താണ് റീഫിനാൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അവിടുത്തെ സംസ്ഥാന സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മൂലധനം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. അപ്പോൾ അവർ ഒരുപാട് ഫണ്ടുകൾ ഗ്രാമീണ മേഖലയ്ക്കോ റൂറൽ മേഖലയ്ക്കോ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് വരും. ആ ഷോർട്ടേജ് പലപ്പോഴും മേക്കപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന നബാർഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ പബ്ലിക്കിന് കൊടുത്ത ഫണ്ട് എത്രയാണോ ഷോർട്ട് വരുന്നത് അത്രയും ഷോർട്ട് വരുന്ന ഫണ്ട് റീഫിനാൻസ് ആയിട്ട് നബാർഡ് പ്രൊവൈഡ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നബാർഡിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ കൂടി അത് വരുന്നുണ്ട്. അത് നമുക്ക് അറിയാൻ വേണ്ടിയാണ് എന്താണ് ST, MT, LT എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷോർട്ട് ടേം ലോൺ, മീഡിയം ടേം ലോൺ, ലോങ് ടേം ലോൺ എന്നുള്ളതാണ്. അതാണ് പ്രത്യേകിച്ച് നോക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ, അടുത്ത് നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ നബാർഡുമായി ബന്ധപ്പെട്ട് ഇത്ര ക്വസ്റ്റ്യൻസേ കൂടുതൽ നമുക്ക് വരുന്നുള്ളൂ പരീക്ഷയ്ക്ക്. നബാർഡിൻ്റെ വലിയ വിസ്തരിച്ചുള്ള ചോദ്യങ്ങളൊന്നും വരുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം ഓൾറെഡി ഈ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളാണ് നബാർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ടതുള്ളൂ. ഇനി കൺസ്യൂമർ സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് കൺസ്യൂമർ സൊസൈറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കൺസ്യൂമർ സൊസൈറ്റീസ് എന്താണ്? കൺസ്യൂമർ സൊസൈറ്റീസ് എന്നുള്ള വാചകം നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് ഒന്നാമത്തെ കൺസ്യൂമർ എന്നുള്ള വാചക. പലപ്പോഴും കുട്ടികൾക്ക് തന്നെ ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്, കസ്റ്റമർ ആരാ കൺസ്യൂമർ ആരാ എന്നുള്ളത്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഹൂ ബൈ ആൻഡ് യൂസ് ദ പ്രൊഡക്റ്റ് കൺസ്യൂമറാണ്.
ഹൂ ബൈ ദ പ്രൊഡക്റ്റാണ് കസ്റ്റമർ. പക്ഷേ കസ്റ്റമറിനല്ല നിയമം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൺസ്യൂമറിനാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് 1904 1904 കൺസ്യൂമർ കോപ്പറേറ്റീവ് ആക്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെൻറ് അല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് ആ കാലത്താണ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ ഒരു ആക്ട് മദ്രാസ് പ്രൊവിഷനിലാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. പിന്നീട് 1966-67 കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഈ പറയാവുന്ന പുതിയ ആക്ട് കൊണ്ടുവന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു. അങ്ങനെ ആരംഭിച്ച ഒരു സംവിധാനമാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത്. ആ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ആവശ്യമായ പ്രൊഡക്റ്റും സർവീസും ഏറ്റവും മിനിമം പ്രൈസിന്, അതിനവർ പറയുന്നത് ആക്റ്റീവ് പ്രൈസ് പോളിസി എന്നാണ്. ഈ ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വിലയേക്കാളും ഒരു ചെറിയ ചേഞ്ചസിന് വില കുറവിന് പ്രൊഡക്റ്റ് വിൽക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി എന്നുള്ളത്. ആ പ്രൈസിന് കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനം. 1960 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് കൺസ്യൂമർ സൊസൈറ്റികൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസ്യൂമർ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കാലിറ്റി, ആ ലൊക്കാലിറ്റി താലൂക്കാകാം, പഞ്ചായത്താകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷനാകാം, ആ ലൊക്കാലിറ്റിയിലെ ഏതാനും കുറേ പേർ കൂടി ചേർന്ന് ഒരു സൊസൈറ്റി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ആരംഭിക്കുകയും ആ സൊസൈറ്റി എന്താണോ ആ സൊസൈറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നതിന് കൺസ്യൂമേഴ്സിന് ആവശ്യമായ ബേസിക് പ്രൊഡക്ട്സ്, നമ്മൾ പറയുന്ന ഫുഡ് ഗ്രെയിൻസ് ഉൾപ്പെടെയുള്ള ബേസിക് പ്രൊഡക്ട്സ് വിൽക്കുന്നതിനുള്ളൊരു സംവിധാനമാണ് ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വഴി ചെയ്യുന്നത്. അതിനാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പ്രകാരം 1960s ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇന്ത്യയിൽ ആരംഭിച്ചത്. അതിന് നാഷണൽ ലെവലിൽ നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ NCCF, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്, പരീക്ഷയിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരു സാധനമാണ് NCCF എന്ന് പറഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ, കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷനാണ് NCCF. ഇതാണ് രാജ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവുകളെ നിയന്ത്രിക്കുന്ന എപെക്സ് ബോഡി. എപെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെഡായ തലപ്പത്തിരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് NCCF ആണ്, നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷനാണ്. 1965 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് സ്ഥാപിച്ചത്. അപ്പോൾ നമുക്ക് ചോദിക്കുന്നൊരു കാര്യം, എന്താണ് NCCFൻ്റെ ഫുൾ ഫോം? നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1965, 1965 ആ സംവിധാനം ഏർപ്പെടുത്തിയത്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിയന്ത്രിക്കുന്നത്. ഇതിനൊരു 3 ടയർ സിസ്റ്റമാണ്, അവർ പറയുന്നത് 3 ടയർ സിസ്റ്റം എന്നാണ്. 3 ടയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റേറ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇങ്ങനെ 3 തരത്തിൽ 3 ടയർ സിസ്റ്റമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, പരീക്ഷയ്ക്ക് വേറെ ചോദിക്കാം, എത്ര ടയർ സിസ്റ്റമാണ് ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടയർ സിസ്റ്റമാണ്. ആദ്യത്തെ നമുക്കറിയാം സ്റ്റേറ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, രണ്ടാമത്തെ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ പറയുന്ന പേര് സെൻട്രൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇങ്ങനെ 3 ടയർ സിസ്റ്റം ഈ സൊസൈറ്റിക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിന് എല്ലാവിധ സംവിധാനവും ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് NCCFൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ മെമ്പർഷിപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എങ്ങനെയാണ് നമുക്ക് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടുക? ആ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് റൂള് 16 പ്രകാരമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് ആക്ടിലെ റൂള് 16 പ്രകാരമാണ് നമുക്ക് ഈ പറയുന്ന മെമ്പർഷിപ്പ് കിട്ടുക. 3 ക്ലാസ്സസിൽ അവർ മെമ്പർഷിപ്പാണ് സാധാരണ കൊടുക്കാറ്. അത് A ക്ലാസ്, B ക്ലാസ് എന്ന് പറഞ്ഞു വരും. A ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും ഗവൺമെൻറ്റിനുള്ള ഓഹരിയും B ക്ലാസ് എന്ന് പറയുന്നത് അംഗങ്ങൾക്കുള്ള ഓഹരിയാണ്. പക്ഷേ നമുക്കത് പരീക്ഷയ്ക്ക് അത്രയും ആക്റ്റീവായൊരു ടേമല്ല.
കൂടുതൽ പ്രാധാന്യം വരുന്നത് ഏത് ക്ലാസ് അല്ലെങ്കിൽ ഏത് റൂള് പ്രകാരമാണ് ഈ പറയാവുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ റൂള് 16 ആണ് അതിനുള്ള പ്രൊവിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ റൂൾ 16 പ്രകാരം കിട്ടും. ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണോ സൊസൈറ്റിയുടെ ബൈലോ, ആ ബൈലോയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ സ്വരൂപിക്കേണ്ടത്. അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് എന്താണ് ബൈലോ. ശരിക്കും അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്റ്റിൽ വരുന്ന ടോപ്പിക്കാണ്. ബൈലോ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടി സൊസൈറ്റികളിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളെ പറയുന്ന പേരാണ് ബൈലോ എന്ന് പറയുന്നത്. അത് ഓരോ സൊസൈറ്റിക്കും അതിനനുസരിച്ച് അവരുടെ എന്താ പറയുക വ്യവസ്ഥയനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അതിന് രജിസ്ട്രാറുടെ അപ്രൂവൽ മാത്രം വാങ്ങിയാൽ മതി. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞത് 16 റൂൾ 16 പ്രകാരമാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എല്ലാ അംഗങ്ങൾക്കും മെമ്പർഷിപ്പ് കിട്ടുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ആ മെമ്പർഷിപ്പിൽ ബൈലോ പറയുന്ന മെമ്പർഷിപ്പ് ഫീസ് എത്രയാണോ ആ ഫീസ് അടച്ചുകൊണ്ട് ഓരോരുത്തരും അംഗങ്ങളാകണം. അംഗങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയാണോ ഷെയറിൻ്റെ പൈസ, ആ പൈസയാണ് അവരുടെ ക്യാപിറ്റലും മെമ്പർഷിപ്പും എന്ന് പറയുന്നത്. ഇതിൽ സാധാരണ ഈ മറ്റു സൊസൈറ്റികളെ പോലെ തന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാകും. 7 മുതൽ 15 പേരാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് SC/ST മേഖലയിൽ നിന്ന് ഒരാളും അതിനേക്കാളുപരി വുമൺ ആയിട്ട് ഒരാളും കൂടിയും ആ ബോർഡിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം നിയമത്തിൽ പറയുന്നു. അപ്പോൾ നമുക്കവിടെ പറയാവുന്ന കാര്യം എത്ര അംഗങ്ങളുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 അംഗങ്ങളുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഈ ഇതിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇതിൽ വേറെ ഒരു പ്രത്യേകതയായിട്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാത്രമുള്ള ഒരു ടോപ്പിക്കുണ്ട്. അതിന് മാത്രം പ്രത്യേകം ഒന്ന് ട്രേഡ് ഡെപ്പോസിറ്റ് എന്നുള്ളതാണ്. ബാക്കി ഒരു സൊസൈറ്റിക്കും അങ്ങനെ ഒരു ടേം ഇല്ല, ട്രേഡ് ഡെപ്പോസിറ്റ് എന്നുള്ളത്. ഈ ട്രേഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എല്ലാ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങൾക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ഈ സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് നടത്താം. അവർ എത്രയാണോ പർച്ചേസ് നടത്തുന്നത് ആ പർച്ചേസ് നടത്തുന്നതിനനുസരിച്ചുള്ള പ്രൈസ് ഡെപ്പോസിറ്റിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. മറ്റു ഒരു മേഖലയില്ലാത്തൊരു സംവിധാനമാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉള്ളത്. മറ്റു സൊസൈറ്റികളിൽ നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി, സേവിങ്സിന് വേണ്ടി, സേഫ്റ്റിക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന എമൗണ്ടാണ് ഡെപ്പോസിറ്റ്. പക്ഷേ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അങ്ങനെയല്ല. അവിടെ ട്രേഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണം നിക്ഷേപിക്കുക, ആ പണത്തിൽ നമ്മൾ എന്തൊക്കെയാണോ പർച്ചേസ് നടത്തുന്നത് അതനുസരിച്ച് ആ പണത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സംവിധാനം കൂടി ഈ കൺസ്യൂമർ ട്രേഡ് ഡെപ്പോസിറ്റിലുണ്ട്. അത് ഈ സൊസൈറ്റിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. സാധാരണ രീതിയിൽ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റ് എന്നാണ് വിളിക്കുക. അതായത് നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റാണ് വരിക എന്നർത്ഥം. അപ്പോൾ അത്രേ ആ ടോപ്പിക്കിൽ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഡീറ്റെയിൽസ് ഒന്നും വേറെ വരില്ല. ഇനി വരുന്നത് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നതാണ്. കൺസ്യൂമർ ഫെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. ആ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിനെ പറയുന്ന പേരാണ് കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത്. 1965 കൺസ്യൂമർ ഫെഡ് നിലവിൽ വന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയാണ്. എറണാകുളം ഡിസ്ട്രിക്ട് കൊച്ചിയാണ് ആസ്ഥാനം കൺസ്യൂമർ ഫെഡ്. അപ്പോൾ നമുക്ക് നോക്കേണ്ട ടോപ്പിക്ക് കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡ് നിലവിൽ വന്നത് 1965 ആസ്ഥാനം കൊച്ചിയാണ്. കൊച്ചി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ കൊച്ചിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത് കൺസ്യൂമർ ഫെഡ്. 1965 സെപ്റ്റംബർ 4 ആക്ട് ഗവൺമെൻറ് പാസ്സാക്കിയത്. ഒക്ടോബർ 7 കൺസ്യൂമർ ഫെഡിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 14 ജില്ലകളിലെയും ഡിസ്ട്രിക്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇതിലെ പ്രാഥമിക അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലുള്ള 14 ജില്ലകളിലെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഈ പറയുന്ന കൺസ്യൂമർ ഫെഡിൻ്റെ അംഗങ്ങളായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഇതിൻ്റെ പ്രത്യേകത ഷെയറിനെ അവർ 3 തരംതിരിച്ചിട്ടുണ്ട്. എ ക്ലാസ് ഷെയർ,
500 രൂപ ഫേസ് വാല്യൂ ഉള്ള എ ക്ലാസ് ഷെയറാണ്. ഇത് ഈ ജില്ലാ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വേണ്ടി മാറ്റിവെച്ച ഷെയറുകളാണ്. അതായത് സൊസൈറ്റികൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ 500 രൂപ ഫേസ് വാല്യൂ അടിസ്ഥാനത്തിലുള്ള ഷെയർ എടുത്ത് കൺസ്യൂമർ ഫെഡിൽ അംഗത്വം എടുക്കണം. രണ്ടാമത് വരുന്നത് ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റിന് ഇതിൽ 1000 രൂപയുടെ ഷെയറാണ് ഉണ്ടാകുക. അതായത് ഗവൺമെൻറ് എടുക്കുന്ന ഒരു ഷെയറിൻ്റെ വില 1000 രൂപ. ആ ഷെയറിനെ നമ്മൾ വിളിക്കുന്നത് ബി ക്ലാസ് ഷെയർ എന്നാണ്. മൂന്നാമത് നോമിനൽ സൊസൈറ്റികൾ അല്ലെങ്കിൽ അസോസിയേറ്റഡ് മെമ്പർ, ഇതുമായി പ്രവർത്തിച്ച് അല്ലെങ്കിൽ സഹകരിച്ച് പോകുന്നവർക്ക് 100 രൂപയുടെ ഷെയർ എടുത്ത് ഇതിൽ പങ്കാളിത്തം എടുക്കാം. ആ 3 തരം ഷെയറുണ്ട്. എ, ബി, സി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റികൾക്കുള്ള മെമ്പർഷിപ്പ്, ബി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനുള്ള മെമ്പർഷിപ്പ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതുമായി പ്രവർത്തിക്കുന്ന അസോസിയേറ്റ് അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പാണ് ഉണ്ടാവുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ പറയുന്ന എമൗണ്ട് എടുത്ത് ആ എമൗണ്ട് അടയ്ക്കുന്നവരൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ആയി കഴിഞ്ഞാൽ അവരുടെ ബാധ്യത എന്ന് പറയുന്നത് ആ ഷെയറിൻ്റെ വാല്യൂ മാത്രമാണ്. അതായത് കൺസ്യൂമർ ഫെഡിന് എന്ത് ബാധ്യത ഉണ്ടായാലും ആ ബാധ്യത എന്ന് പറയുന്നത് ആ ഷെയറിൻ്റെ എമൗണ്ട് മാത്രമായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് കൺസ്യൂമർ ഫെഡ് എന്നാണ് സ്ഥാപിച്ചത്? 1965 1965 ആണ് കൺസ്യൂമർ ഫെഡ് സ്ഥാപിച്ചത്. ആസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയാണ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് കൺസ്യൂമർ ഫെഡിൻ്റെ ഫുള്ള് പേരെന്താണ്? ഫുൾ നെയിം, എക്സ്പാൻഡ് ദ നെയിം ഓഫ് കൺസ്യൂമർ ഫെഡ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്നാണ് കൺസ്യൂമർ ഫെഡിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 18 അംഗമാണ് മാനേജ്മെൻറ്റ് കമ്മിറ്റി. ജനറൽ ബോഡിക്കാണ് അധികാരം, ഫുൾ അധികാരം ജനറൽ ബോഡിക്കാണ്. പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത് 18 അംഗങ്ങളാണ്. അതിൽ ഒരാളെന്ന് പറയുന്നത് മാനേജിങ് ഡയറക്ടറാണ്. ആ മാനേജിങ് ഡയറക്ടറെ നിയമിക്കുന്നത് ഗവൺമെൻറ് ഓഫ് കേരള ആയിരിക്കും. പിന്നെ അതുകൂടാതെ ഗവൺമെൻറ് 3 നോമിനികളും വയ്ക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ 4 നോമിനികളുണ്ടാകും. അതുകൂടാതെ ജില്ലാ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് 14 പേരുണ്ടാകും. അങ്ങനെയാണ് ഈ സംവിധാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ ജില്ലയ്ക്കും ഒരു വ്യക്തിയെ ഡയറക്ടർ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യാം. 14ആയി. ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 4 പേര്, അതിലൊരാൾ MD ആയിട്ട് വർക്ക് ചെയ്യും. ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു എറണാകുളമാണ്, കൊച്ചിയാണ്. അതുകൂടാതെ ഇപ്പോൾ 11 റീജിയണൽ ഓഫീസുകൾ 14 ജില്ലകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മലബാർ എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഡിവിഷനായിട്ടാണ് വരുന്നത്. ഇവരുടെ വർക്കിംഗ് ഡിവിഷനുകൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ടത് ത്രിവേണി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്നുള്ളതാണ്. ത്രിവേണി, നമ്മൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടും. അതിനെ പറയുന്ന പേരാണ് ത്രിവേണി ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ. 1975 ത്രിവേണി ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും സ്റ്റോറുകളുമുണ്ട്. അതുകൂടാതെ പുതിയ മൊബൈൽ യൂണിറ്റുകളും അതേപോലെ തന്നെ കോഫി ഹൗസും അതേപോലെ മീൽ സ്കീമും സൂപ്പർ സ്റ്റോറുകളൊക്കെ ത്രിവേണിയുടെ മേഖലയിൽ നടക്കുന്നുണ്ട്. നമുക്കത് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വരുന്നത് ഇതേ ഉള്ളൂ. അവരുടെ ഒരു വിങ് എന്ന് പറയുന്നത് ത്രിവേണി സൂപ്പർ മാർക്കറ്റാണ്. 2 നീതി സ്റ്റോറുകൾ, ഇതും ഈ പറയുന്ന കൺസ്യൂമർ ഫെഡിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ് നീതി സ്റ്റോറുകൾ. അത് 1997 നീതി സ്റ്റോർ വരുന്നത്. അപ്പോൾ നീതി സ്റ്റോറിൻ്റെ ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ 1997 നമുക്ക് പറയേണ്ടി വരും. പിന്നെ നെന്മ സ്റ്റോറുകൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. നെന്മ സ്റ്റോറുകൾ എന്ന് പറയുന്നത് അത് 10 എസെൻഷ്യൽ കമോഡിറ്റീസ് കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സ്റ്റോറുകളെ പറയുന്ന പേരാണ് നെന്മ സ്റ്റോറുകൾ എന്നുള്ളത്. പേരുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതേപോലെ നീതി മെഡിക്കൽ സ്റ്റോർ, ഇതും കൺസ്യൂമർ ഫെഡിൻ്റെ കീഴിൽ വരുന്ന അടുത്തൊരു വിങ്ങാണ്. അതേപോലെ നീതി ഗ്യാസ് സ്കീം, ഫോറിൻ ലിക്വർ ഡിവിഷൻ, ഇതൊക്കെ കൺസ്യൂമർ ഫെഡ് കൊണ്ടുവന്ന സംവിധാനങ്ങളാണ്. ത്രിവേണി നോട്ട് ബുക്ക് ഡിവിഷൻ, ഡ്രിങ്കിങ് വാട്ടർ യൂണിറ്റ്, കറി പൗഡർ യൂണിറ്റ്, ഇത്രയാണ് കൺസ്യൂമർ ഫെഡിൻ്റെ കീഴിൽ വരുന്ന യൂണിറ്റുകൾ. ഇതിൽ ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് കണ്ടിരിക്കുന്നത് ത്രിവേണി എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ത്രിവേണി സ്റ്റോർ ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ കൺസ്യൂമർ ഫെഡിൻ്റെ കീഴിലാണ് ഈ സംവിധാനം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ടോപ്പിക്ക് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, NCCF. ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊരു ടോപ്പിക്കാണ് NCCF, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, NCCF എന്നാണ് പറയുന്നത്. ആരംഭിച്ചത് 1965 ഈ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ
സഹകരണ മേഖലയുടെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് NCCF ആണ്. ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയാണ്. റീജിയണൽ ഓഫീസ് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, നാഗ്പൂർ, കൊച്ചിൻ, ഗുവാഹട്ടി ഇത്രയും മേഖലകളിൽ റീജിയണൽ ഓഫീസ് ഉണ്ട്. അപ്പോൾ ഹെഡ് ഓഫീസ് മുംബൈ. ഇയർ ഓർത്ത് വയ്ക്കണം, 1965 ആണ് NCCF രൂപീകരിച്ചത്. NCCFൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഫുൾ ഫോമാണ് നമ്മളോട് ചോദിക്കുക. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ പേര്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫെഡറേഷൻ, അതായത് സ്റ്റേറ്റ് ഫെഡറേഷനിൽ കേരളത്തിലുള്ളതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൺസ്യൂമർ ഫെഡ്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഫെഡറേഷനുകൾ ഉണ്ടാകും. അവരെല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലെ അംഗങ്ങളായിരിക്കും. അതിനേക്കാൾ ഉപരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഫെഡറേഷൻ ഉണ്ടെങ്കിൽ അവരും ഇതിൽ അംഗങ്ങളായിരിക്കും. പിന്നെ ഗവൺമെൻറ്റ്സിൻ്റെ ഏജൻസികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ്, ഇത്രയായിരിക്കും ഇതിൻ്റെ മെമ്പർഷിപ്പിനുള്ള സംവിധാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മൂവ്മെൻറ്റിന് ആക്കം കൂട്ടുന്നത് ഈ പറയുന്ന NCCF ആയിരിക്കും. ആ NCCF കൊണ്ടുവന്ന സംവിധാനത്തെ പറയുന്ന പേരാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി എന്നുള്ളത്. ആക്റ്റീവ് പ്രൈസ് പോളിസി എന്നുള്ളത്. ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് വില, ആ വിലയേക്കാളും ചെറിയൊരു വില കുറച്ചുകൊണ്ട് പ്രൊഡക്റ്റ് വിൽക്കുന്നതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി. അത് കൊണ്ടുവരാനുള്ള കാരണം ഗവൺമെൻറ്റിന് മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അപ്പോൾ എന്താണോ കോസ്റ്റ് പ്രൈസ്, ആ കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതൽ എന്നാൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവ് ഒരു വില ഈടാക്കുന്നതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി. ഇത് കൊണ്ടുവന്നത് NCCF ആണ്, അതായത് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ കൊണ്ടുവന്ന സംവിധാനമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഇയർ ഓർത്ത് വയ്ക്കുക, 1965. ഫുൾ ഫോം നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എന്നുള്ള മേഖല. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1913 അലഹബാദാണ് ആസ്ഥാനം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വരുന്നത് അലഹബാദാണ്. സൊസൈറ്റിയുടെ പേര് തന്നെ ഫസ്റ്റ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. കൈറ കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി എന്നാണ് അവരന്ന് കൊടുത്തിരുന്ന പേര്. കൈറ, KAIRA, കൈറ കോപ്പറേറ്റീവ് ഡയറി സൊസൈറ്റി എന്നുള്ളത്. ഈ കൈറയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റ് നടത്താൻ സാധിച്ചത് ശരിക്കും ഗുജറാത്തിലാണ്. നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ആയിട്ട് വരും. അതിനെ ഗുജറാത്തിൽ വന്ന ആ മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്നത് വൈറ്റ് റവല്യൂഷൻ എന്നാണ്. വൈറ്റ് റവല്യൂഷൻ ഓൾറെഡി നമുക്കറിയാം. മിൽക്ക് റവല്യൂഷൻ്റെ വേറൊരു ഫോമാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെട്ടിരുന്നത്. മിൽക്ക് റവല്യൂഷന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ ഡോക്ടർ വർഗീസ് കുര്യനാണ് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തെ പറയുന്ന വേറൊരു പേര് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ വർഗീസ് കുര്യൻ, അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആസ്ഥാനം ഗുജറാത്താണ്. അദ്ദേഹം കൊണ്ടുവന്ന ആ പ്രൊഡക്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേരുണ്ട്. ആ പ്രൊഡക്റ്റിനെ നമ്മൾ അറിയപ്പെടുന്ന പേര് അമൂൽ എന്നാണ്. അമൂൽ, അതാണ് അദ്ദേഹം കൊണ്ടുവന്ന സംവിധാനം. പ്രൊഡക്റ്റിൻ്റെ പേര് അമൂൽ, ആ സ്ഥാപനത്തിൻ്റെ പേരും അമൂൽ എന്നാണ്. അതിൻ്റെ ഫുൾ പേരെന്താണെന്ന് വെച്ചാൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ആനന്ദ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് ആനന്ദ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, അമൂൽ എന്നാണ്. അതിൻ്റെ ആപ്തവാക്യം പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്, ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ആപ്തവാക്യം ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, അതാണ് അമൂലിൻ്റെ ആപ്തവാക്യം. ഇന്ത്യയിൽ ഡയറി മൂവ്മെൻറ്റിന് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് അമൂലാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് അമൂലിൻ്റെ ഫുൾ ഫോം, അതായത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്നുള്ളത്. രണ്ട്, അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനേക്കാളുപരി അദ്ദേഹമാണ് ഓപ്പറേഷൻ ഫ്ലഡിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്നുള്ളത്. ആ സംവിധാനത്തെ അവർ പറയുന്നത് ആബ്കോസ് എന്നാണ്. ആബ്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പറയുന്ന പേര് ആബ്കോസ് എന്നാണ്. ആനന്ദ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് മറ്റു സ്റ്റേറ്റുകളിലും ഈ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. നമ്മുടെ അവിടെയുള്ള എല്ലാ പ്രൈമറി
എന്താ പറയുക ക്ഷീരസംഘങ്ങളെയും വിളിക്കുന്ന പേര് ആപ്കോസ് എന്നാണ്. ആനന്ദ് എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ മറ്റു സംവിധാനം പോലെ പ്രൈമറി എന്നുള്ള വാക്കല്ല അവർ ഉദ്ദേശിക്കുന്നത്. പകരം ആനന്ദ് എന്ന പേര് ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രാഥമിക ക്ഷീരസംഘങ്ങളെയും അവർ വിളിക്കുന്ന പേര്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ വർഗീസ് കുര്യൻ, അദ്ദേഹമാണ്. പിന്നെ അതേപോലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് നമുക്ക് പറയാം, ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനേക്കാളുപരി അതിൽ പറയേണ്ട കാര്യം അമൂൽ. എന്താണ് അമൂൽ? ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആണ് അമൂൽ. പിന്നെ അമൂലിൻ്റെ ആപ്തവാക്യം ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ഈ അമൂലിനോട് ചേർത്ത് പറയേണ്ട വേറൊരു കാര്യമാണ് മിൽമ. അതായത് അമൂല് മാതൃകയാക്കി, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്നാലും പറഞ്ഞു എന്ന് മാത്രം, അമൂല് മാതൃകയാക്കി കേരള സർക്കാർ കൊണ്ടുവന്ന സംവിധാനമാണ് മിൽമ. മിൽമയുടെ ആപ്തവാക്യം കേരളം കണി കണ്ടുണരുന്ന നന്മ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുള്ളത് മുന്നിൽ. അതായത് കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമയുടെ ആപ്തവാക്യമാണ്. അമൂലിൻ്റെ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, ഇത് രണ്ടും മാറിപ്പോരുത്. ടേസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് അമൂല്, മിൽമയാകുമ്പോൾ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ഈ ആനന്ദ് പാറ്റേൺ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ് നമ്മുടെ രാജ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇത്രയധികം മുന്നേറ്റം ഉണ്ടാകാനായിട്ട് സഹായിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ സഹായം ചെയ്തത് നബാർഡാണ്. അതാണ് നബാർഡ് ഫസ്റ്റ് വരുന്നത്. കാരണം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾക്ക്, കൃഷിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു സംവിധാനം എന്ന് പറയുന്നത് ക്ഷീരവികസനമാണ്. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണ് വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ്, മലയാളത്തിൽ പറഞ്ഞാൽ ധവള വിപ്ലവം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. അപ്പോൾ ആപ്കോസ് എന്താണെന്ന് നമുക്കറിയണം. അതായത് ആപ്കോസ് എന്ന് പറയുന്നത് ആനന്ദ് പാറ്റേൺ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പറയുന്ന പേരാണ് ആപ്കോസ് എന്നുള്ളത്. എല്ലാ സ്റ്റേറ്റിലും ആപ്കോസ് തന്നെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് മെമ്പർഷിപ്പ് എന്ന് പറയുന്നതാണ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ പ്രാഥമിക സൊസൈറ്റിയിലും ഈ പറയുന്ന ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അത് ആ സൊസൈറ്റികളിൽ എത്രയാണോ അവർ അളക്കുന്ന പാലിൻ്റെ അളവ് പ്ലസ് എത്ര ഡേയ്സ് ആണോ അളക്കുന്നത് അതിനനുസരിച്ചാണ് അവർക്ക് മെമ്പർഷിപ്പ് സാധാരണ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. 90 ദിവസമെങ്കിലും മിനിമം, അതായത് 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് പാൽ അളക്കുന്ന ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കാം എന്നാണ് പറയുന്നത്. നേരെ മറിച്ചത് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നവർക്കാണെങ്കിൽ ആ പ്രൈമറി മെമ്പർഷിപ്പ് മാറ്റി അവരെ പെർമനൻ്റ് മെമ്പർഷിപ്പിലേക്ക് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകത, ആ മെമ്പർമാർക്കൊക്കെ എന്താ പറയുക, കുറേ സംവിധാനങ്ങൾ ഈ സൊസൈറ്റി വഴി അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാലളക്കുക പ്ലസ് അവർക്ക് ആവശ്യമായ മറ്റു സംവിധാനങ്ങൾ, അതായത് സീഡ്, അതേപോലെ കാറ്റിൽ ഫീൽഡ്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഈ സൊസൈറ്റികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് വരില്ല. പരീക്ഷയ്ക്ക് വരുന്നത് ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വർഗീസ് കുര്യൻ, അതേപോലെ അമൂൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ, അതേപോലെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, ഓപ്പറേഷൻ ഫ്ലഡ്, ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. എന്താണ് അമൂൽ എന്ന് ചോദിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 7 മുതൽ 13 അംഗങ്ങളുടെ ഡയറക്ടർ ബോർഡാണ് ഉണ്ടാകുക. അതായത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ, നമ്മൾ വിളിക്കുന്ന പേര് ആപ്കോസ് എന്നാണ്. ആ സംഘങ്ങൾക്ക് 7 മുതൽ 13 പേരടങ്ങുന്ന ഒരു ഭരണസമിതി ഉണ്ടാകും. അതിലൊരാൾ പ്രസിഡൻ്റാകും. അദ്ദേഹത്തിനായിരിക്കും ആ സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും, സൊസൈറ്റിയുടെ നടത്തിപ്പൊക്കെ ഈ പറയുന്ന വ്യക്തിക്ക് ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് നമുക്ക് നോക്കേണ്ടതില്ല, അത്ര കാര്യങ്ങൾ അതിൽ വരുന്നുള്ളൂ. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ വരുന്ന ടോപ്പിക്ക് മിൽമയാണ്. മിൽമയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് മിൽമ എന്നുള്ളത്. മിൽമയുടെ ആരംഭിക്കുന്നത് 1980 ആണ്, 1980. അപ്പം മിൽമ സ്ഥാപിച്ച വർഷം 1980. മിൽമ 1980, 1980 മിൽമ സ്ഥാപിച്ചു. മിൽമയുടെ ആപ്തവാക്യം ഞാൻ പറഞ്ഞു, കേരളം കണി കണ്ടുണരുന്ന നന്മ. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചതാണ്. സ്ലോഗൻ ഓഫ് മിൽമ എന്ന് ചോദിച്ചാൽ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നാണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ്, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്.
തിരുവനന്തപുരമാണ് മിൽമയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ മിൽമേനെ അവർ 14 ജില്ലകളെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് റീജിയണൽ ഓഫീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ റീജിയണൽ ഓഫീസുകൾ വഴിയാണ് മിൽമയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നടപ്പാക്കുന്നത്. നമുക്ക് പറയാവുന്ന രീതിയിൽ 2 തരം മെമ്പർഷിപ്പാണ് ഉള്ളത്. ഒന്ന് ഓർഡിനറി മെമ്പർഷിപ്പ് എന്നും 2 നോമിനൽ മെമ്പർഷിപ്പ് എന്ന പേരിലാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ളൂ. ഒന്ന് ഓർഡിനൽ അല്ലെങ്കിൽ അത് പെർമനൻ്റ് മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ. ഈ മിൽമയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 19 അംഗങ്ങളാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടാകുക. ഡയറക്ടർ ബോർഡ് എന്ന് പറഞ്ഞാൽ 19 അംഗങ്ങളാണ്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർമാൻ എന്ന് പറയുന്നത് റീജിയണൽ ഓഫീസുകളിൽ നിന്നുള്ള 3 പേരെ ചെയർമാൻമാരാക്കി വയ്ക്കും. അതായത് 14 ജില്ലകളെ 3 ഡിവിഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയർമാനെ മിൽമ വെച്ചിട്ടുണ്ട്. അതിനേക്കാളുപരി ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാളെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യാം. അതേപോലെ 3 യൂണിയനിൽ നിന്നും 2 പേരെ വെച്ച് 6 പേരെ നിയമിക്കാം. പിന്നെ പറയാവുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നോമിനി ഉണ്ടാകും. അതുമാതിരി ഫിനാൻസിങ് ഏജൻസിയുടെ 2 നോമിനി ഉണ്ടാകും. മാനേജിങ് ഡയറക്ടർ ഉണ്ടാകും. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി അംഗമാകും. പിന്നെ വുമൺ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും. SC/ST ഉണ്ടാകും. ഇങ്ങനെ 19 അംഗ ഡയറക്ടർ ബോർഡാണ് മിൽമയുടെ പ്രവർത്തനം നടക്കുന്നത്. MD എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഈ മേഖലയിൽ നല്ല ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ആളാണ് MD വരിക. അപ്പോൾ നമ്മളിതിൽ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മിൽമ ആരംഭിച്ച വർഷം 1980. മിൽമയുടെ സ്ലോഗൻ എന്ന് പറയുന്നത് കേരളം കണി കണ്ടു ഉണരുന്ന നന്മ. ഇത്രയാണ് അതിൽ വരുന്നത്. നബാർഡിനെ കുറിച്ചും അനുബന്ധ സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ചും ശ്രീ വിമൽ സാർ നിങ്ങൾക്ക് ഒരു ലഘുവിവരണം നൽകി കഴിഞ്ഞു. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയിക്കണം. അതിന് കൃത്യമായൊരു മറുപടി വിമൽ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. നന്ദി. ഫൈക്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.